നമസ്കാരം. ഞാൻ ജോലി ചെയ്തിരുന്ന നമ്മുടെ ജില്ലാ തലസ്ഥാനത്തുണ്ടായ ഒരനുഭവം പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഒരിക്കൽ പട്ടണ മധ്യത്തിലെ ഫുട്പാത്തിലൂടെ ഞാൻ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി സഞ്ചരിക്കുകയായിരുന്നു. ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങുന്ന വേളയിൽ അപ്രതീക്ഷിതമായി കൈ വീശി ആക്രോശിച്ചുകൊണ്ട് ഒരാൾ എൻ്റെ നേരെ അടുത്ത് വന്നു. ചോദിക്കുകയാണ്, നിൻ്റെ മറ്റവൻ കണ്ട വഴിയാണോ ഇതാ എന്നൊരു ആക്രോശം. ഞാൻ ഭയന്ന് ഫുട്പാത്തിൽ നിന്ന് റോഡിലേക്ക് ചാടി തത്രപ്പെട്ട് മറുവശത്തെത്തി തിരിഞ്ഞു നോക്കി. അപ്പോൾ അയാൾ എന്നെ നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട്. തിരക്കിലിന് ഇടയിലൂടെ ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു. എന്നോട് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന ആൾ ആരാണെന്നോ അയാളുടെ ലക്ഷ്യം എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയപ്പെട്ടു പോയി. അപ്രതീക്ഷിതമായല്ലോ. എൻ്റെ നേരെ വരാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പട്ടണത്തിൽ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഞാൻ ഇതൊരു നൊമ്പരമായി ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം പട്ടണത്തിൻ്റെ മറ്റൊരു വശത്ത് കൂടി ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ടൗണിൻ്റെ ഒരു ഭാഗത്ത് എന്നെ അന്ന് എൻ്റെ നേരെ വന്ന മനുഷ്യൻ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എന്നാൽ അതൊരു യാദൃശ്ചിക സംഭവമായി എൻ്റെ നേരെ ഉണ്ടായതായിരിക്കണം, ആൾ തെറ്റിപ്പോയത് എന്തെങ്കിലും ആയിരിക്കണം എന്ന് കരുതി ഞാൻ പിന്മാറിയില്ല. ഞങ്ങൾ അഭിമുഖമായി തന്നെ അടുത്തു വന്നു. അടുത്തു വരികയും കയ്യിലിരുന്ന കുട വീശി അയാൾ എന്നെ അടിക്കാൻ പോങ്ങി. അപ്പോൾ ഞാൻ ഭയന്നു. ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു. അടികൊണ്ടില്ല, ഒഴിഞ്ഞു. ഞാൻ അവിടുന്ന് സഞ്ചരിച്ച് ഇടവഴി താണ്ടി ഞാൻ ഈ മനുഷ്യൻ്റെ വെട്ടത്തിൽ നിന്ന് മാറിപ്പോയി. ഈ രണ്ടനുഭവങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വ്യഥയിലാക്കി. വലിയ നൊമ്പരമായിട്ട് ഞാൻ കുറേ നാളുകൾ ഇത് മനസ്സിൽ പേര് നടന്നു. എന്തായിരിക്കും ഈ മനുഷ്യൻ്റെ ലക്ഷ്യം? അപ്പോൾ 2 പ്രാവശ്യം എന്നെ തന്നെ ഇയാൾ ലക്ഷ്യം വെച്ചപ്പോൾ ഇയാൾക്ക് എന്നെ തന്നെ ആണ് ഇത് അല്ലാതെ തെറ്റ് സംഭവിച്ചതല്ല എന്നെനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ടായി എനിക്ക്. അത് മനസ്സിലിങ്ങനെ ഒരു വേദനയായിട്ട് കിടക്കുകയാണ്. എന്നാൽ കുറേയേറെ കാലങ്ങൾ മുൻപോട്ട് പോയെങ്കിലും പിന്നീട് ഈ മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ആ ദേശത്ത് തന്നെ ജോലി കൊണ്ടിരിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡിലെത്താറായപ്പോൾ യാത്രക്കാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാനും ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഈ ബസ്സിലെ കണ്ടക്ടർ, സ്വകാര്യ ബസ്സാണ്, ബസ്സിലെ കണ്ടക്ടർ എൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, നീ എന്താ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ ഇടപെടുന്നത് എന്ന്. അപ്പോൾ ഈ എന്നെക്കാട്ടിലും എന്താണെങ്കിലും ഒരു 10-20 വയസ്സിന് കുറവുള്ള ഒരു യുവാവാണ്. എന്താണ് എന്നോട് അങ്ങനെ ചോദിക്കാനുണ്ടായ ചേതോപകാരം എന്നെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, സാർ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ എന്ത് മര്യാദകളാണ് ഞാൻ കാണിച്ചത്? നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കണം എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു. ഇയാളിത് ചോദിച്ചിട്ട് ഇയാൾ മുൻപോട്ട് അങ്ങ് നടന്നു പോയി. അല്പം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയില്ല, ഞാനിങ്ങനെ ഡോറിൻ്റെ അവിടെ നിന്നു. അപ്പോൾ ഇവരുടെ ആ ധൃതി കാരണം പെട്ടെന്ന് ഇറങ്ങെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. എന്താ ഇറങ്ങാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല, എന്നോട് ആ പറഞ്ഞതിൻ്റെ മറുപടി ഒന്ന് കിട്ടിയിട്ട് വേണം എനിക്കിപ്പോൾ താഴോട്ട് ഇറങ്ങാൻ. അതുകൊണ്ടാണ്. എന്ത് മറുപടിയാണ്? ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങളോട് എന്തോ മര്യാദകേട് കാണിച്ചെന്ന് ഇപ്പം സാറ് സംസാരിച്ചില്ല, അതിൻ്റെ എന്താണ് ആ കാര്യമൊന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുക, അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അലക്ഷ്യമായിട്ട് പുറത്തേക്ക് നോക്കി എന്തൊക്കെ പുലമ്പി. എനിക്ക് മനസ്സിലായില്ല. എന്തോ ഈ മുഖം കറുത്ത ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്പം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഇവർക്ക് ഇറങ്ങണമെന്നുള്ള ധൃതിയുണ്ട്, ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഞാൻ ഇറങ്ങാത്തത് കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വന്നു. സാറേ മറുപടി പറ, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പുള്ളി എന്നെ സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് എന്നോട് പറയുകയാണ്, സോറി, എനിക്ക് ആൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 അനുഭവങ്ങൾ വെറും 1/2 കിലോമീറ്ററിനകത്തുള്ള ഒരു 3 അനുഭവങ്ങൾ ഉണ്ടായത്. അത് വെറും യാദൃശ്യമായ ഒരു കാര്യമല്ല, എനിക്ക് സമാനമായി എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അത് ബോധ്യപ്പെടുത്തി തന്നെ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ്
ഞാൻ പട്ടണത്തിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ, നല്ല തിരക്കുള്ള മെഡിക്കൽ സ്റ്റോറാണ്, മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനായിട്ട് കയറിയപ്പോൾ അവിടുത്തെ ഫാർമസിസ്റ്റ് എന്നോട് ചോദിച്ചു, സാർ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ പേര് പറഞ്ഞു. എന്താണ് അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം എവിടെയാണ്, എവിടെയാണെന്ന് ചോദിച്ചു. എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വീട് കവിയൂരാണ്. എന്താണ് സാറേ, സാറിനാ ചോദിച്ചെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ സിമിലാരിറ്റി ഉള്ള ഒരാൾ ഞങ്ങളുടെ അയൽവക്കത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് മുൻപുണ്ടായ 3 അനുഭവങ്ങളുടെയും മറുപടിയാണിതെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ശരി, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാനുള്ള മാർഗമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാണാമല്ലോ. ഞാൻ പറഞ്ഞ് അയൽവാസിയാണോ, അതിൻ്റെ അയൽവാസിയാണോ അദ്ദേഹം എന്ന് പറഞ്ഞു. നല്ല രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ അതിന് അപരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അപരൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ബോധ്യമായി. 6 പേരെങ്കിലും ഒരാൾക്ക് സമാനമായിട്ട് കാണുമെന്ന് ഞാൻ വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ സന്തോഷത്തോട് പറഞ്ഞു, സാറേ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം സ്ഥലം പറഞ്ഞു. പക്ഷേ ഞാൻ ആ സ്ഥലപ്പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് പറഞ്ഞു. എങ്കിൽ നമുക്കൊരു പ്രാവശ്യം ആ സ്ഥലത്തൊന്ന് പോകണം, പോയിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞു. അതാണ് എനിക്കുണ്ടായ എൻ്റെ അപരനെക്കുറിച്ചുള്ള ഒരനുഭവം. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.